1,25,833 രൂപ വർഷത്തിൽ അടച്ചുകൊണ്ട് 25 കോടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ആവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാണ്, ഉട്ടോപ്യൻ സിദ്ധാന്തമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ടാറ്റയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എസ്പെഷ്യലി NRIസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പോപ്പുലറായ ഒരു പ്ലാനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ടേം ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് ആണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒരു പെൻഷൻ പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു പെൻഷൻ പ്ലാൻ ആണ്. തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ അതും ഇതിലൂടെ സാധ്യമാണ്. അത്തരത്തിലുള്ള ഒരു മൾട്ടി പർപ്പസ് പ്ലാൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം വളരെ കൃത്യമായിട്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്രീമിയത്തിന്റെ കാൽക്കുലേഷൻ പറഞ്ഞത് 30 വയസ്സായ ഒരു വ്യക്തിക്കാണ്. അതായത് സം ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ 1 CR സം ഇൻഷുർഡ് കിട്ടുന്നുണ്ട്. അതിൽ 90 lakh എന്ന് പറയുന്നത് ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് ആണ്. അതോടൊപ്പം തന്നെ 10 lakh പെർമനന്റ് ഡിസബിലിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് PPT വരുന്നത് 12 വർഷമാണ് അദ്ദേഹം പ്രീമിയം അടയ്ക്കേണ്ടത്. ലൈഫ് കവറേജ് 85 വർഷം വരെ ലൈഫ് കവറേജ് അവർക്ക് കിട്ടുന്നുണ്ട്. പ്രീമിയത്തിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വിത്തൗട്ട് GST ആണെന്ന് കൂടി മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾക്ക് ലോക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 1,25,833 രൂപ 5 വർഷം നിങ്ങൾക്ക് അടക്കാണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് എടുത്ത് ബാക്കിയുള്ള 7 വർഷം നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം അടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ 60 to 70% ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് മാർക്കറ്റിലാണ്. സ്വാഭാവികമായിട്ട് ഓൺ ആൻ ആവറേജ് ഒരു 12% മാർക്കറ്റ് പെർഫോം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലെ ഈ ഒരു ബാക്കിയുള്ള 7 വർഷത്തെ പ്രീമിയം അടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇദ്ദേഹം 12 വർഷം അടക്കുന്ന സമയത്ത് ഈ 1,25,000 വെച്ച് 12 വർഷം അടക്കുന്ന സമയത്ത് അത് 15 ലക്ഷം രൂപ ഉണ്ടാവും. ഈ ഒരു 15 ലക്ഷം രൂപ മാർക്കറ്റ് 50 വർഷം അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ 25 കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും.